ഓക്കെ, നമ്മൾ ഈ അനസ്തേഷ്യയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളാരും മയങ്ങിപ്പോകല്ലേ, ഇച്ചിരി ഉണർന്നിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, വളരെ ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അനസ്തേഷ്യോളജിസ്റ്റ് ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അതുമായിട്ട് സഹകരിക്കുന്ന ടെക്നീഷ്യൻസ് ഉണ്ടാകും, ഹെൽപ്പ് ചെയ്യുന്ന പലരും ഉണ്ടാവും. അത് ആരൊക്കെയാണെന്ന് കൃത്യമായി നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സിലും കൂടെ നോട്ട് ചെയ്യണം കേട്ടോ. കാരണം ഈ ഒരു പ്രൊസീജിയർ അത്ര ഒരു ക്രിട്ടിക്കൽ പ്രൊസീജിയറാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന മെഡിസിൻസ്, ആ പ്രൊസീജിയറിൽ ഏതൊക്കെ മെഡിസിൻസ് ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യണം. അത് പേഷ്യൻറ്റിന്റെ ചാർട്ടിൽ ഉണ്ടാവണം. ആ മെഡിക്കേഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എൻട്രി ചെയ്തത് ആരാണ് എന്ന് കൃത്യമായി അവിടെ ഡോക്യുമെന്റഡ് ആയിരിക്കണം. സോ നമ്മുടെ അനസ്തേഷ്യ ചെയ്ത അനസ്തേഷ്യോളജിസ്റ്റ് ആരാണ്, ഹെൽപ്പർ ആരായിരുന്നു ടെക്നീഷ്യൻ കൂടെ ഉണ്ടായിരുന്നത്, ഏത് മെഡിസിൻ ആണ് കൊടുത്തത്. COP 13H says that the type of anesthesia and the anesthetic medications used are documented in the patient record. അത് നമുക്ക് എവിടെയെങ്കിലും വേറെ രജിസ്റ്റർ വെച്ചിട്ട് എഴുതുന്ന ശീലമൊക്കെ ഉണ്ട്, അതവിടെ ആയിക്കോട്ടെ. ആ രജിസ്റ്റർ ഒന്നും ഗ്രേപ്സ് ഉപയോഗിക്കുമ്പം വേണ്ട എന്ന് ഓർക്കണേ. അത്തരത്തിലുള്ള ഏത് രജിസ്റ്ററും ഡിറൈവ് ചെയ്തെടുക്കാനുള്ള ഡേറ്റ നമുക്ക് ഇവിടെ പേഷ്യൻ്റ് റെക്കോർഡിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിൻ്റെ റെക്കോർഡിൽ ഇതേ കാര്യത്തെക്കുറിച്ച് നമുക്ക് IMS 3E-ലും IMS 3F-ലും നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ. ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചുകൂടി ഈ ഡോക്യുമെന്റേഷനെ കുറിച്ച് അവിടെ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വളരെ വിശദമായി പഠിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഗ്രേപ്സിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള റെഫറൻസിനെ കുറിച്ച് പറയുന്നില്ല. ഡേറ്റും ടൈമും സിഗ്നേച്ചറും വേണം, ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ചൊക്കെ അവിടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. COP 13H നമ്മുടെ അനസ്തേഷ്യയെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ആൻഡ് അനസ്തെറ്റിക് മെഡിക്കേഷൻ യൂസ്ഡ് നമ്മളത് ഡോക്യുമെന്റ് ചെയ്യണം പേഷ്യൻ്റ് റെക്കോർഡ്സിൽ. അതൊരു കമ്മിറ്റ്മെന്റ് ആണ് COP 13H.